കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. Little boy Tom was sad. കൊച്ചുമിടുക്കൻ ടോം ദുഃഖിതനായിരുന്നു. Mummy, I have lost 2 marks in science. അമ്മേ, എൻ്റെ സയൻസ് പാഠത്തിൽ എനിക്ക് 2 മാർക്കുകൾ നഷ്ടപ്പെട്ടു പോയി. Come, bring me your question paper. We will see where you have been mistaken. അമ്മ പറഞ്ഞ്, മോനെ നിൻ്റെ ചോദ്യക്കടലാസ് കൊണ്ടുവരിക, നമുക്കൊന്ന് പരിശോധിക്കാം എവിടെയാണ് 2 മാർക്കുകൾ നിനക്ക് നഷ്ടപ്പെട്ടത് എന്ന്. Mummy was asking the questions and Tom was answering all of them correctly. ഓരോ ചോദ്യം അമ്മ ടോമിനോട് ചോദിക്കുമ്പോൾ ടോം വളരെ ശരിക്കുമുള്ള ഉത്തരം പറയുകയായിരുന്നു. Which is the bird that sucks honey? asked mother. അമ്മ ഇങ്ങനെ ഒരു ചോദ്യം ആ ചോദ്യക്കടലാസിൽ നിന്ന് ചോദിച്ചു, ഏത് പറവയാണ് തേന് നുകരുന്നത്? Oh, it's a butterfly. ഓ, അതാണോ? ചിത്തിരശലഭം തന്നെ. Look, that's where you have been mistaken. നോക്ക്, അവിടെയാണ് നിനക്ക് തെറ്റ് സംഭവിച്ചത്. Butterfly is not a bird. ചിത്തിരശലഭം പറവയല്ല. ചോദ്യം ഏത് പറവയെന്നാണ്. It is an insect. അത് ഒരു പൂച്ചയാണ്. It belongs to the insect category. അത് കൊച്ചു പ്രാണിയുടെ വകുപ്പിൽപ്പെട്ടതാണ്. You should have written honey bird instead. അതിന് പകരം ശരിക്കുമുള്ള ഉത്തരം ഹണി ബേർഡ് എന്നായിരുന്നിരിക്കണം. When you read sucking honey, you immediately wrote butterfly carelessly. തേൻ നുകരുന്നത് എന്നുള്ള വാക്ക് കണ്ട മാത്രത്തിൽ തന്നെ ചാടിക്കേറി ചിത്രശലഭം എന്ന് നീ എഴുതി. When you get a question, you must read it carefully more than once and then only answer it. ഒരു ചോദ്യം നിന്റെ കയ്യിൽ നിന്റെ മുമ്പിൽ വരുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം അത് വായിച്ച് ശ്രദ്ധാപൂർവം മറുപടി നൽകണം. Then you won't be mistaken. എന്നാൽ നിനക്ക് തെറ്റ് സംഭവിക്കുകയേയില്ല. Tom nodded in agreement. ടോം തലയാട്ടി സമ്മതിച്ചു. Dear brothers and sisters, സഹോദരങ്ങളെ, if you are careful in what we do, our work will be excellent. നാം ചെയ്യുന്നതിലെല്ലാം ശ്രദ്ധാപൂർവം ചെയ്താൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം ഉചിതമായിരിക്കും. Proverbs 18 verse 13 says, സദൃശവാക്യം 18:13 ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു, He that answereth a matter before he heareth it, it is such a folly and shame unto him. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ഭോഷത്വവും ലജ്ജയും ആയിത്തീരും. Knowing about Jesus Christ, it is not eternal life. യേശുവിനെ പറ്റി അറിയുന്നത് നിത്യ ജീവനല്ല. John 17 verse 3 says, യോഹന്നാൻ 17:3 ഇങ്ങനെ പഠിപ്പിക്കുന്നു, knowing Jesus is eternal life. യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. Therefore, ആകയാൽ we must be careful in reading, ശ്രദ്ധാപൂർവം വായിക്കുക, understanding,
ശ്രദ്ധാപൂർവം ഗ്രഹിക്കുക, hearing, ശ്രദ്ധാപൂർവം കേൾക്കുക, answering, ശ്രദ്ധാപൂർവം മറുപടി നൽകുക, and living. ശ്രദ്ധാപൂർവം ജീവിക്കുക. God bless you all. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും.